അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു മുസ്ലിമിനും അതിയായ ആഗ്രഹമാണ് മദീനയിൽ എത്തിപ്പെടുക, ഒരു ഹജ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉംറയെങ്കിലും ചെയ്യുക. എല്ലാവരുടെയും ആഗ്രഹമാണ് മുസ്ലിമായി ജനിച്ച, അല്ലേ? പരിശുദ്ധ ഖുർആനിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം നൽകിയ സൂറത്ത്, രോഗം മാറാനും സമ്പന്നനാവാനും വിജയം ലഭിക്കാനും വീട് പണി പൂർത്തിയാവാനും ജീവിതത്തിലെ എല്ലാ ഹൈർ ലഭിക്കാനും ഈ സൂറത്ത് ഓതിയാൽ മതി. അങ്ങനെ ഒരു സൂറത്താണ് നമ്മൾ ഈ മദീനയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും ചെല്ലാൻ പോകുന്നത്. മദീനയിൽ വെച്ചാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഇത്രയും ഫലങ്ങളുള്ള ഈ സൂറത്ത് ഏതാണെന്നല്ലേ? അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു ഖുർആനിലെ സൂറത്ത് ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എത്ര വലിയ പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ മദീനയിലും മക്കത്തും ഹജ്ജിന് പോവാനും ഉംറക്ക് പോവാനും ഒക്കെ ഒരു എളുപ്പ വഴി നമുക്ക് ഈ സൂറത്ത് ഓതുന്നതിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ്. അതെ, ഖുർആനിലെ 48ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പരിശുദ്ധ മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്ത് എങ്ങനെ ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഉളൂഹ് എടുക്കുക. നല്ല വൃത്തിയോട് കൂടെ തന്നെ നമ്മൾ ഈ കാര്യം ചെയ്യണം. എന്നിട്ട് കിബിലക്ക് തിരിഞ്ഞ് ഔറത്ത് മറച്ച് മറ്റ് സംസാരങ്ങളും മറ്റ് ചിന്തകളും എല്ലാം ഒഴിവാക്കിയ ശേഷം ഔദും ബിസ്മിയും മോദി ഈ സൂറത്ത് ഓതാൻ തുടങ്ങുക. നല്ല മനസ്സോടെ ആത്മാർത്ഥമായി നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് സൂറത്ത് ഓതാൻ തുടങ്ങുക. ഇങ്ങനെ ഖുർആൻ ഓതുമ്പോഴുള്ള അദബ് ഒക്കെ പാലിച്ചുകൊണ്ട് ഓതാൻ തുടങ്ങിയാൽ നിന്റെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതാണ്. തുടർച്ചയായി 3, 7, 14, 21 ദിവസമോ ഓതി ആത്മാർത്ഥമായി മനസ്സുരുകി ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മക്കത്തെ എത്താനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരുന്നതാണ്. അള്ളാഹു മാർഗങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിപ്പെടാനുള്ള ഒരു മാർഗം. ഇത് ആത്മാർത്ഥമായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്ത് തന്നെയാണെങ്കിലും നിനക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ജീവിതത്തിലെ ഏത് പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സൂറത്ത് ഓതി നീ ദുആ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ ദുആക്ക് ഉത്തരം തരുന്നതാണ്. അള്ളാഹു എല്ലാവരുടെയും ദുആക്ക് ഉത്തരം തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.